എല്ലാവർക്കും ഇൻസ്പയർ സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും കടലും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ പലപ്പോഴും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒറിജിൻ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. കടലും പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ഒരു കടൽ തീരം വിസിറ്റ് ചെയ്യുന്നതായിട്ടൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു കടൽ തീരത്ത് നമ്മളൊരു സായാഹ്നത്തിൽ പോയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അവിടുത്തെ തിരകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, മാറി മാറി വരുന്ന തിരകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികളും മറ്റുള്ളവരും ഒക്കെ കടൽ തീരത്ത് കളിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ട് നാം ആസ്വദിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഒരു കടൽ തീരത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശാന്തമായിട്ട് മാറുന്നത്? ഒരു കടൽ തീരത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും തിരകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. തിരകളാൽ പ്രക്ഷുബ്ധമാണ് കടലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സും അതുപോലെ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അത് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നത്? പലതരത്തിലുള്ള വികാരങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. ദേഷ്യം, സന്തോഷം, ദ്വേഷം, അസൂയ, കോപം, ഉത്കണ്ഠ ആദി അങ്ങനെ പല വിധത്തിലുള്ള വികാരങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സ്നേഹം, ക്ഷമ, ഓക്കെ, അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലൂടെ പലതരത്തിലുള്ള വികാരങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വികാരങ്ങളെല്ലാം വന്നു വരുന്നത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ചിന്താഗതികളിൽ നിന്നാണ്. എങ്ങനെയാണ് ഈ ചിന്താഗതികൾ ഉണ്ടായി? ഈ ചിന്താഗതികൾ ഉണ്ടാകുന്നത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ്. ഓരോ വ്യക്തികളുമായിട്ട് നമ്മൾക്കുണ്ടാകുന്ന ഇന്ററാക്ഷൻ വഴി, അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണെങ്കിൽ നമ്മളിലേക്ക് എന്താ പറയാ, ഒരു നല്ല രീതിയിലുള്ള വികാരങ്ങൾക്ക് ആ വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വികാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. സ്നേഹം കടന്നു വരുന്നു, സൗമ്യത കടന്നു വരുന്നു, വളരെ സന്തോഷം കടന്നു വരുന്നു, അങ്ങനെ പല രീതിയിലുള്ള. ഇപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഇന്ററാക്ഷൻ വളരെ നെഗറ്റീവ് ആണെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അമിതമായിട്ടുള്ള ഉത്കണ്ഠ വരുന്നു, ദേഷ്യം വരുന്നു, അസൂയ വരുന്നു, വൈരാഗ്യം വരുന്നു, അങ്ങനെ പല രീതിയിലുള്ള വികാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ചില പ്രഹേളികകളാണ്. ഈ മനസ്സ് നമ്മിൽ നിന്ന് ഉണ്ടാക്കുന്ന ചില വികാരങ്ങൾ, ഇത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നുമൊക്കെ അത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മെമ്മറിയെ നമുക്ക് എങ്ങനെ ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിക്കും? ഈ മെമ്മറിയെ നമുക്ക് എടുത്തു കളയാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള മെമ്മറിയെ മാത്രം ശേഖരിച്ചുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിക്കും? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിനെ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ നമ്മൾ കടലിലേക്ക് നോക്കുകയാണെങ്കിൽ തിരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരകളെ നമ്മുടെ വികാരങ്ങളോട് നമുക്ക് ഉപമിക്കാം. ദേഷ്യം വരുന്നു, വൈരാഗ്യം വരുന്നു, സ്നേഹം വരുന്നു, വെറുപ്പ് വരുന്നു, അങ്ങനെ പല രീതിയിലുള്ള വികാരങ്ങൾ കടല് തിരമാലകളാകുന്ന വികാരങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വീണ്ടും ആ കടലിലേക്കൊന്ന് യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിച്ച് നോക്കി. നമ്മളൊരു ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വഞ്ചിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കപ്പലിലോ കടലിലേക്ക് അങ്ങനെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുകയാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കി. നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുന്തോറും അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നീന്തി പോവുകയാണെന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമ്മളിപ്പോ പുറംകടലിലൂടെ നീന്തുന്നതും ഉൾക്കടലിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളൊരു ഷിപ്പിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പുറംകടലിൽ നിന്നും ഉൾക്കടലിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഉൾക്കടലിലേക്ക് പതുക്കെ ചെല്ലുന്തോറും നമ്മൾ മനസ്സിലാക്കുകയാണ് ആ തിരകളെല്ലാം അവിടെ നിന്ന് പോയി കടല് ശാന്തമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കവികളിൽ ആരോ പറയുന്നത് പോലെ ഉൾക്കടലിലേക്ക് ചെല്ലുന്തോറും കടൽ ശാന്തയാവുകയാണ്. അവിടെ നമ്മൾ ശാന്തമായ കടലിന്റെ മുഖത്തെയാണ് നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ്. ഓരോ വികാരങ്ങളെയും മറികടന്ന് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുകൊണ്ടിരിക്കും തോറും നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ മനസ്സും ശാന്തമാണെന്ന്. അപ്പൊ ശാന്തമായിട്ടുള്ള ഭാവമാണ് നമ്മുടെ മനസ്സിന് പ്രത്യേക ഭാവമായിട്ടുള്ളത്. ഈ ശാന്തമായിട്ടുള്ള ഭാവത്തെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നത്. അവിടെ നമ്മൾ നമ്മളായി തീരുന്നു. അതൊരു ശൂന്യത തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നു ശൂന്യതയിൽ നിന്നാണ് ദൈവം എല്ലാം ഉണ്ടാക്കിയെന്ന് പറയുന്നു, അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്നൊക്കെ നമ്മൾ പറയുന്നു. അതുപോലെ ആ ഒരു ശൂന്യതമായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഉൾക്കടലിലേക്ക് ചെല്ലുന്തോറും അവിടെ ഉള്ള ആ ഒരു ശാന്തത നമ്മൾ അനുഭവിച്ചറിയുന്നു. ആ ഉൾക്കടലിൽ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആഴ
ആഴക്കടലിൽ തന്നെ മുത്തുച്ചിപ്പികളും അല്ലെങ്കിൽ വിവിധ നിറങ്ങളിലുള്ള മത്സ്യങ്ങളും സസ്യങ്ങളും എല്ലാം അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അതുപോലെ നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റീസും നമ്മുടെ ഗുണങ്ങളും എല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ആ ഉൾക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് ആ ഉൾക്കടലിലേക്ക് കൂടുതൽ നമ്മളെ കുറിച്ച് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് അതിലൂടെ കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. നമ്മൾ ഡെയിലി ധ്യാനം ചെയ്യുന്നതിലൂടെയും മനനം ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ കുറച്ചു നേരം കണ്ണടച്ചിരിക്കുന്നതിലൂടെയും നമ്മൾ നമ്മളെ തന്നെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ശ്രമത്തിലൂടെ നമുക്ക് നമ്മളാകുന്ന ആ ശൂന്യതയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റീസിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അവിടെ ആ ഒരു പോയിന്റിൽ നമ്മൾ തന്നെ കണ്ടെത്തുകയാണ്. ദ റിയൽ മീ അവിടെ ഇരിക്കുകയാണ്. ആ റിയൽ മീയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം, ഊളിയിട്ട് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ധൈര്യം ആവശ്യമാണ്. ഉൾക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ധൈര്യം ആവശ്യമാണ്. ഇത് നമുക്കൊരു മെഡിറ്റേഷനിലൂടെ ചെയ്യാം. ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു മതത്തിലെ നമ്മുടെ ദൈവത്തെ ആലോചിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും നമ്മുടെ ഒരു റിയൽ മീനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇമാജിൻ ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ സെൽഫായിട്ട് നടന്നു പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കും. അപ്പൊ മെഡിറ്റേഷനിലൂടെ ഇറങ്ങിച്ചെല്ലാം, വിഷ്വലൈസേഷനിലൂടെ നമുക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇങ്ങനെ പല മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മളെ തന്നെ തിരിച്ചറിയാനും അവിടെയുള്ള ശാന്തതയെ അനുഭവിച്ച് നമുക്ക് പുറം ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പുറം ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ നമ്മളാകുന്ന ഉൾക്കടലിലേക്ക് പോയിക്കൊണ്ട് നമ്മൾ പുറം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ശാന്തമായിട്ട് മാറുകയാണ്. നമ്മുടെ തിരമാലകളില്ല എന്നല്ല പറയുന്നത്, വികാരങ്ങളാകുന്ന തിരമാലകൾ വീണ്ടും മാറി മറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ആ തിരമാലകളെ നോക്കിക്കാണുന്ന നമ്മുടെ പെർസ്പെക്റ്റീവ് മാറുകയും അതിന് വ്യത്യസ്തമായ രീതിയിൽ കാണാനും ആളുകളെ അപ്രോച്ച് ചെയ്യാനും ഈ ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഉൾക്കടലിലേക്കുള്ള ഈ ഒരു യാത്ര നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ഉൾക്കടലിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുകയും അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് റിഫോം ചെയ്തെടുക്കുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ സാധിക്കുകയും നമ്മുടെ വികാരങ്ങളെ കണ്ടെത്താനും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് നമ്മളെയുള്ള ധാരണകളെ മാറ്റിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മെമ്മറീസിനെയൊക്കെ മാറ്റിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.